എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ റെയ്ബാൻ മേറ്റ സ്മാർട്ട് ഗ്ലാസസ് ബോക്സ് ഓപ്പണിംഗ് ആണ്. ഇതാണ് റെയ്ബാൻ മേറ്റ വേഫെയറർ ബോക്സ്. ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ആൻഡ്രോയിഡ് വേർഷൻ ഫോണുകളിലും iOS ഐഫോണുകളിലും വർക്ക് ചെയ്യും എന്നാണ്. എന്നാൽ ഈ ബോക്സിന് താഴെയായി ഒരു സെപ്പറേറ്റ് കോളത്തിൽ പറഞ്ഞിട്ടുണ്ട് മെയ്ഡ് ഫോർ ഐഫോൺ എന്ന്. അപ്പോൾ തീർച്ചയായും ഒരു കൺഫ്യൂഷൻ വരും, ഇത് ഐഫോണുകൾ മാത്രമാണോ വർക്ക് ചെയ്യുക, ആൻഡ്രോയിഡ് ഫോണുകൾ വർക്ക് ചെയ്യുകയില്ല എന്ന്. ഞാൻ ഷോപ്പുകാരോട് ചോദിച്ചു, ഇത് ഐഫോണിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രൊഡക്റ്റ് വേണ്ട, കാരണം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണാണ് എന്ന്. അവർ റെയ്ബാൻ വെബ്സൈറ്റ് ചെക്ക് ചെയ്തു. അതിനുശേഷം പറഞ്ഞത് ഇത് ആൻഡ്രോയിഡ് വേർഷൻ ഫോണുകളിലും ഐഫോണുകളിലും വർക്ക് ചെയ്യും എന്നാണ്. എന്നിരുന്നാൽ പോലും ഇനി ഇത് ആൻഡ്രോയിഡ് ഫോണിൽ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ പാക്കിംഗ് കണ്ടീഷനിൽ മാത്രമേ അവരിത് തിരിച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ എൻ്റെ മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് റെയ്ബാൻ സപ്പോർട്ടിംഗ് ടീമിനെ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപ്രകാരം ഞാൻ അവരുടെ കസ്റ്റമർ ചാറ്റ് സപ്പോർട്ട് ടീമിനെ കോൺടാക്റ്റ് ചെയ്തു. അവരുമായി ചാറ്റ് ചെയ്തു. അവരും പറയുന്നത് ഇത് ആൻഡ്രോയിഡ് വേർഷനിൽ വർക്ക് ചെയ്യും എന്നാണ്. അതായത് ആൻഡ്രോയിഡ് 8.1 മുകളിലുള്ള എല്ലാ ആൻഡ്രോയിഡ് വേർഷനുകളിലും സപ്പോർട്ട് ചെയ്യും എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാണ് ഒരു സെപ്പറേറ്റായി മെയ്ഡ് ഫോർ ഐഫോൺ എന്ന് കൊടുത്തിരിക്കുന്നതെന്ന്. അതിന് വ്യക്തമായിട്ട് അവരൊരു മറുപടി പറയുന്നില്ല. അവർ പറയുന്നത് ഐഫോണുകളിലും ആൻഡ്രോയിഡ് ഫോണുകളിലും ഇത് വർക്ക് ചെയ്യും എന്നാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ഇവിടെയാണ് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഗ്ലാസ് കേസ്. അതുപോലെ തന്നെ ചാർജിങ് ബോക്സ് ഇതാണ്. USB ചാർജിങ് പോർട്ടാണിത്. ഞാനിതിവിടെ തുറന്നപ്പോൾ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞ് കാണാം. ലൈറ്റ് ഓഫായി. ഞാനിത് അടയ്ക്കുമ്പോൾ വീണ്ടും ഗ്രീൻ ലൈറ്റ് വരുന്നുണ്ട്. ഇതാണ് ബോക്സിനകത്ത് ഗ്ലാസ് ഇരിക്കുന്നത് കാണാം. നമുക്ക് ഗ്ലാസ് എടുത്തു നോക്കാം. ഗ്ലാസ് കേസിനകത്തുള്ള ഗ്ലാസ് ഇതാണ്. ഇതിപ്പോൾ ഗ്ലാസിൻ്റെ കളർ വൈറ്റ് ആണ്. ഇത് ബ്ലാക്ക് ട്രാൻസിഷൻ ഗ്ലാസ് ആണ്. അതായത് നമ്മൾ അൾട്രാ വയലറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് അടിക്കുന്ന ടൈമിൽ ബ്ലാക്ക് കളറാവും. ഇപ്പോൾ വൈറ്റ് കളറാണ്. ഇതാണ് അതിൻ്റെ ഗ്ലാസ് കേസ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാവുന്നത് ബാറ്ററി പാക്കാണെന്ന് തോന്നുന്നു. അത് സീൽഡാണ്. ഈ ബ്ലാക്ക് കാണുന്നതാണ് നമ്മുടെ ഗ്ലാസസ് ചാർജ് ചെയ്യാനുള്ള ചാർജർ. ഇത്രയാണ് ഇതിൻ്റെ ഗ്ലാസ് കേസസിൻ്റെ അകത്തുള്ളത്. ഇനി ഈ ബോക്സിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെയാണെന്ന് നോക്കാം. അത് ക്ലീനിങ് ക്ലോത്താണെന്ന് തോന്നുന്നു. ക്ലീനിങ് ക്ലോത്താണത്. ഈ ബോക്സിൻ്റെ മറു സൈഡിൽ അതിൻ്റെ ലീഫ്ലെറ്റൊക്കെ ഉണ്ട്. അതെടുത്ത് നോക്കാം. ഇതിൻ്റെ കൂടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡുണ്ട്. അതുകൂടാതെ ക്ലീനിങ് ക്ലോത്ത് ഉണ്ട്. അതുപോലെ സേഫ്റ്റി വാറണ്ടിയുടെ ബുക്ക്ലെറ്റ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഗ്ലാസസ് വേണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ലീഫ്ലെറ്റും ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ചാർജിങ് കേബിൾ ഇല്ല. ചാർജിങ് കേബിൾ നമ്മൾ വേറെ ഉപയോഗിക്കണം. USB-C ടൈപ്പ് ചാർജിങ് കേബിളാണ്. ഇനി നമുക്കിതിൽ എന്തൊക്കെ ബട്ടണുകൾ ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. ഇതതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്. ഇതിൻ്റെ ക്യാമറയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് അതിൻ്റെ റെക്കോർഡിംഗ് ബട്ടണാണ്. ഈ ഗ്ലാസസിൻ്റെ റൈറ്റ് ലെഗിൽ ഒരു സ്വൈപ്പിംഗ് പാഡുണ്ട്. ആ പാഡിൽ സ്വൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വോളിയം കൺട്രോൾ എല്ലാം ചെയ്യുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് ലെഗിലും റൈറ്റ് ലെഗിലും സ്പീക്കറുകളുണ്ട്. അതുകൂടാതെ ഫ്രെയിമിൽ റെക്കോർഡ് ഇൻഡിക്കേഷൻ ലൈറ്റുകളും ഉണ്ട്. മേറ്റ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ആൻഡ്രോയിഡ് ഫോണുമായി കണക്ട് ചെയ്യാൻ സാധിച്ചു. ഞാനിപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ഈ റെയ്ബാൻ ഗ്ലാസ് ഉപയോഗിച്ച്
ഒരു വീഡിയോ എടുത്തു, അതുപോലെ തന്നെ ഫോട്ടോ ടെസ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ ഫോൺ കോൾ ടെസ്റ്റ് ചെയ്തു. അതെല്ലാം ഓക്കെയാണ്. ഇനിയും കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ ടെസ്റ്റ് ചെയ്യാനും നോക്കാനുമായിട്ട്. അത് പിന്നീട് ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.